ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ ഷിയാൻ കുഴമന്നം ITയിലെ സീനിയർ ഇൻസ്ട്രക്ടറായി വർക്ക് ചെയ്യുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ടിഗ് വെൽഡിങ്ങിലെ പ്രിൻസിപ്പിൾ ഓഫ് ടിഗ് എന്ന പോർഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. GMAW പോലെ തന്നെ 1940-കളിൽ, അതായത് രണ്ടാം ലോകമഹായുദ്ധ കാലഘട്ടങ്ങളിൽ തന്നെ ടിഗ് വെൽഡിങ്ങിൻ്റെ ഉപയോഗം ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്ന പോർഷൻ എന്ന് പറയുന്നത് ടിഗ് വെൽഡിങ്ങിലെ പ്രിൻസിപ്പിൾ, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, അതേപോലെ തന്നെ ടിഗ് വെൽഡിങ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് അക്സസറീസ്, കൂടാതെ ഇതിൻ്റെ ടിഗ് വെൽഡിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് എവിടെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ വെൽഡിങ് പ്രോസസ്സ് നമ്മൾ ഒരുപാട് വെൽഡിങ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. SMAW, ഗ്യാസ് വെൽഡിങ്, അതേപോലെ GMAW, അതേപോലെ തന്നെ ഒരു വെൽഡിംഗ് ആണ് ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ടിഗ് വെൽഡിംഗ് എന്ന് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പുതിയതായി കണ്ടുപിടിക്കപ്പെടുന്ന ലോഹങ്ങളും ലോഹസങ്കരങ്ങളും, അതേപോലെ തന്നെ കനം കുറഞ്ഞ ലോഹത്തകിടുകൾ, വ്യത്യസ്ത പ്രോപ്പർട്ടീസുള്ള ലോഹങ്ങൾ, ഇവ യോജിപ്പിക്കേണ്ട ആവശ്യകത ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ, അല്ലെങ്കിൽ മാസങ്ങളിൽ, വർഷങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നു. അപ്പോൾ ഇതിനെല്ലാം കൂടി കോമൺ ആയിട്ടൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കുമ്പോൾ ഒരു ടിഗ് വെൽഡിങ് അതിന് ഏറ്റവും സൂറ്റബിൾ ആയിട്ടുള്ള ഒരു എക്യുപ്മെൻറ്റ് തന്നെയാണ്. എക്സാമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഏറ്റവും മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ, നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽസിൽ ഏറ്റവും മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ മെറ്റലാണ് അലുമിനിയം എന്ന് പറയുന്നത്. ഈ അലുമിനിയം പോലും വളരെ കുറഞ്ഞ ചിലവിൽ വളരെ നല്ല രീതിയിൽ വളരെ വൃത്തിയായിട്ട് വെൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് ടിഗ് വെൽഡിങ് മെഷീൻസിൻ്റെ വരവോട് കൂടിയിട്ടാണ്. അപ്പോൾ എന്താണ് ടിഗ് വെൽഡിങ് എന്നതും അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പിൽ നമ്മൾ ഇതിന് പല പേരിൽ നമുക്ക് കേൾക്കാറുണ്ട്, ടിഗ് അല്ലെങ്കിൽ GTAW എന്നെല്ലാം നമുക്ക് കേൾക്കാറുണ്ട്. എന്താണ് GTAW? ടിഗ് വെൽഡിങ്ങിനെ തന്നെ പറയുന്നൊരു വേറൊരു പേരാണ് GTAW. GTAW എന്ന് പറഞ്ഞാൽ ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്. ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ് എന്നുള്ളതാണ് GTAWൻ്റെ ഫുൾ ഫോം. അതേപോലെ തന്നെ അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി പേര് നൽകപ്പെട്ടിട്ടുള്ളതാണ് ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ടിഗ് വെൽഡിംഗ്? ടിഗ് വെൽഡിങ്ങിൻ്റെ ഫുൾ ഫോം എന്താണ്? ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ്. ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്നുള്ളതാണ് ടിഗ് വെൽഡിങ്ങിൻ്റെ ഫുൾ ഫോം. അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് ടിഗ് വെൽഡിങ്ങിൽ. എല്ലാം നമ്മുടെ നാട്ടിൻപുറത്ത് പോലും വളരെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു പേരാണ് ടിഗ് വെൽഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ടിഗ് വെൽഡിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് എടുത്ത് നോക്കുന്നതിന് മുമ്പിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഷീൽഡഡ് മെറ്റൽ ആർക്ക് വെൽഡിങ് അല്ലേ, നമ്മൾ സാധാരണ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ആർക്ക് വെൽഡിങ് പ്രിൻസിപ്പിൾ എന്താ? ഒരു മെറ്റൽ വർക്ക് പീസിനും ഇലക്ട്രോഡ് ടിപ്പിനും ഇടയിൽ നമ്മൾ കറണ്ട് കടത്തി വരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ആർക്ക് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ SMAWനകത്ത് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നമ്മൾ വെൽഡിങ് പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഉരുകി പോകുന്നുണ്ട് അല്ലേ. പക്ഷേ അവിടെ ആർക്ക് ഫോം ചെയ്യുന്നുണ്ട്. ആ ആർക്കിൻ്റെ ഫലമായിട്ട് ഈ പറയുന്ന ഇലക്ട്രോഡും ബേസ് മെറ്റലും മെൽറ്റ് ചെയ്ത് അവിടെ എന്ത് ചെയ്യുന്നു? ജോയിനിങ് നടക്കും. സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് എന്ന് പറയുന്നത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡാണ്. അപ്പോൾ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്താണ് എന്ന് നമുക്ക് നോക്കണം അല്ലേ. നോൺ കൺസ്യൂമബിൾ, ആ പേരിൽ തന്നെ പറയുന്നുണ്ട്, നോൺ കൺസ്യൂമബിൾ, ഉപയോഗിച്ച് തീരാത്ത. നമ്മൾ വെൽഡിങ് പുരോഗമിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡ് ഉരുകിത്തീരുന്നില്ല. ഇവിടെ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ? പറയുന്ന ആർക്ക് ഫോം ചെയ്യുക, ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് വർക്ക് പീസിൻ്റെ ഇലക്ട്രോഡ് ടിപ്പിനും ഇടയിൽ ആർക്ക് ഫോം ചെയ്യുക എന്ന് പറയുന്ന ഫങ്ഷൻ മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും എന്ത് സംഭവിക്കുന്നില്ല, ഈ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് മെൽറ്റ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന ബേസ് മെറ്റലുമായിട്ട് ഉരുകിച്ചേർന്ന് പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡ് മെൽട്ടാവാത്തതെന്ന് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ, ടങ്സ്റ്റൺ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 3380 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആലോചിച്ച് നോക്കാം, 3380 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു ടെമ്പറേച്ചറിലേക്ക് എത്തിയല്ലേ. അപ്പോൾ അത്രയും ടെമ്പറേച്ചർ ഒരു മെറ്റലും നമ്മൾ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റലും ആ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലോ സാഹചര്യം മെൽറ്റിംഗ് പോയിൻ്റുള്ള വേറെ മെറ്റീരിയൽസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ടങ്സ്റ്റൺ ഉപയോഗിച്ച് നമുക്ക് ഒരുവിധം എല്ലാ മെറ്റലുകളെയും മെൽറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ,
അതേപോലെ തന്നെ ഇവിടെ നമ്മൾ നെക്സ്റ്റ് കേസസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഈ ഫിഗർ എടുത്ത് നോക്കാം. ഇതിനകത്തുള്ള കണ്ടീഷൻസ്, ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ. ഫില്ലർ റോഡ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. ഫില്ലർ റോഡ് എന്താണെന്ന് അറിയാം. ഫില്ലർ റോഡ് എന്ന് വെച്ചാൽ നമ്മൾ ഗ്യാസ് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ഫില്ലർ റോഡ് ഉണ്ടല്ലോ. ഈ ഗ്യാസ് വെൽഡിങ്ങും ടിഗ് വെൽഡിങ്ങും ഏകദേശം സെയിം മെത്തേഡ് തന്നെയാണ്. ഒരു വെൽഡറിന്, നമ്മൾ ഗ്യാസ് വെൽഡിങ് പഠിച്ചൊരു നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വെൽഡറിന് ഈ പറയുന്ന ടിഗും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, ഗ്യാസ് വെൽഡിങ്ങിനകത്ത് ബ്ലോ പൈപ്പ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ ഫില്ലർ റോഡ് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു അല്ലേ. പക്ഷേ ഈ കേസസിനകത്ത് നമ്മുടെ ഈ ടിഗ് വെൽഡിങ്ങിൻ്റെ കേസസും സെയിം മെത്തേഡ്, ഫില്ലർ റോഡ് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നോൺ കൺസ്യൂമബിൾ ആയിട്ടുള്ള ഇലക്ട്രോഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഫില്ലർ റോഡ് യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസസ് നമുക്കിവിടെ ശ്രദ്ധിച്ച് കാണാൻ പറ്റും. എന്താണ് ഈ കാണുന്ന ഇലക്ട്രോഡിൻ്റെ ടിപ്പ് ഇവിടെ ഉപയോഗിക്കുന്ന GTW ഇലക്ട്രോഡ് എന്ന് പറയുന്ന ടങ്സ്റ്റൺ ഇലക്ട്രോഡാണ്. അതിൻ്റെ പേര് നമ്മൾ പറഞ്ഞു നോൺ കൺസ്യൂമബിൾ ആണെന്ന് പറഞ്ഞു. ഓക്കെ, നോൺ കൺസ്യൂമബിൾ ടങ്സ്റ്റൺ ഇലക്ട്രോഡ് നമ്മൾ യൂസ് ചെയ്യുന്നു. രണ്ടാമത്തത് ഇവിടെ നോക്കുക, ഇലക്ട്രിക് ആർക്ക്. സാധാരണ ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുന്നത് പോലെ തന്നെ വർക്ക് പീസിനും ഇലക്ട്രോഡ് ടിപ്പിനും ഇടയിൽ എന്തുണ്ടാവുന്നു, ഇലക്ട്രിക് ആർക്ക് ഉണ്ടാവുന്നു. ആ ഇലക്ട്രിക് ആർക്ക് കാരണം നമ്മുടെ വർക്ക് പീസുകൾ, ഈ കാണുന്ന 2 വർക്ക് പീസ് ഉണ്ടല്ലോ, ഈ 2 വർക്ക് പീസുകൾ എന്ത് ചെയ്യുന്നു, മെൽറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഫിഗറിനകത്ത് തന്നിട്ടുള്ളതൊരു ബഡ് ജോയിൻ്റ് ആണെന്ന് കരുതാം. ഈ ഇവിടെ ഫോം ചെയ്യുന്ന ഇലക്ട്രിക് ആർക്ക് കാരണം ബേസ് മെറ്റലും ഫില്ലർ റോഡും മെൽറ്റ് ആവുകയും അവിടെ എന്ത് ഫോം ചെയ്യുന്നു, വെൽഡ് ബീഡ് ഫോം ചെയ്യുന്നു. ഇതിനകത്തൊരു കോപ്പർ ഷൂ എന്ന് പറഞ്ഞ ഈ ഫിഗറിനകത്ത് തന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യാൻ, അവിടെ നിന്ന് വലിച്ചെടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്താ, കൂടുതലായിട്ട് ഹീറ്റ് അവിടെ നിൽക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്റ്റോർഷൻസ് പോലുള്ള പ്രോസസ്സിങ് നമ്മൾ പഠിച്ചാണ്, അതെല്ലാം ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കോപ്പർ ഷൂസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മൾ SMAWനകത്ത് അല്ലെങ്കിൽ ഗ്യാസ് വെൽഡിങ്ങിനകത്ത് GMAW നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതിനകത്ത് നമ്മൾ അഡീഷണലായിട്ട് ഗ്യാസ് യൂസ് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ ഗ്യാസ് തന്നെയാണ് ഷീൽഡിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഗ്യാസിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ സംഭവം, ഇവിടെ യൂസ് ചെയ്യുന്ന ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇനേർട്ട് ഗ്യാസാണ്. ഈ ഇനേർട്ട് ഗ്യാസിൻ്റെ ആവശ്യം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ്, ഇൻആക്റ്റീവ് ഓർ ഡെഫിഷ്യൻറ്റ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടിയിൽ ഡെഫിഷ്യൻസി ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇയാൾ മറ്റുള്ള മെറ്റലുകളുമായിട്ട് റിയാക്ട് ചെയ്യില്ല, കെമിക്കലി റിയാക്ട് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട കണ്ടീഷൻസ് എന്താണ്, നമ്മളുടെ അതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കണം, വെൽഡ് പൂളിനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കണം, അതേപോലെ തന്നെ ഇലക്ട്രോ ടിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കണം. പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യിക്കേണ്ട ആളെന്ന് പറഞ്ഞു വെച്ചാൽ ഹീറ്റ് അഫക്റ്റഡ് സോണാണ്. ഈ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടേമാണ്. എന്തെന്ന് പറയുന്നത്, ഹീറ്റ് അഫക്റ്റഡ് സോൺ. എന്താണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ? വെൽഡ് ബീഡിനോട് ചേർന്ന് വരുന്ന ഭാഗമാണ് ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത്. ഹീറ്റ് അഫക്റ്റഡ് സോണിന് പൊതുവെ ഹീറ്റ് അഫക്റ്റഡ് സോണ് ഈ വെൽഡിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. എന്താ വെച്ചാൽ ടെമ്പറേച്ചർ കൂടിയ ഭാഗങ്ങൾ വളരെ പെട്ടെന്ന് അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റ് വരികയും അവിടെയുള്ള കണ്ടാമിനേഷൻ, ഇല്ല അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷൻ, നമുക്കിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഹൈഡ്രജൻ ആവാം, ഓക്സിജൻ ആവാം, നൈട്രജൻ ആവാം, അല്ലെങ്കിൽ പൊടിപടലങ്ങളാവാം, ഇവയുമായിട്ട് റിയാക്ട് ചെയ്ത് അതിൻ്റെ ഓക്സൈഡ്സോ ഇല്ലെങ്കിൽ പൊറോസിറ്റി ആവാം അല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഇനേർട്ട് ഗ്യാസാണ്. ഇനേർട്ട് ഗ്യാസായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ആർഗൺ അല്ലെങ്കിൽ ഹീലിയമാണ്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഒരു കാരണവശാലും കെമിക്കലി റിയാക്ട് ചെയ്യില്ല, മറ്റുള്ള ഗ്യാസുമായിട്ടോ ഇല്ലെങ്കിൽ സറൗണ്ടിങ്ങിലെ എയറുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ആക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഷീൽഡിങ് നമുക്ക് ആര് പ്രൊവൈഡ് ചെയ്യുന്നു, ഈ പറയുന്ന ഇനേർട്ട് ഗ്യാസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ബ്ലാങ്കറ്റ്, ഒരു പുതപ്പായിട്ട് എവിടെ ഉണ്ടാവും, നമ്മളുടെ വെൽഡ് പൂളിനെയും ഇലക്ട്രോഡിനെയും പ്രൊട്ടക്റ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത് ഈ പറയുന്ന ഇനേർട്ട് ഗ്യാസുകൾ തന്നെയാണ്. ഈ ഇനേർട്ട് ഗ്യാസസിൻ്റെ കേസസിലേക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ഗുണങ്ങൾ കൂടിയുണ്ട്. ഒരു കാരണവശാലും ഒരു മണമില്ലാത്ത ഒരു ഗ്യാസാണ്, നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല, മണം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല. ട്രാൻസ്പെറൻ്റ് ആണ്. നമുക്ക് ട്രാൻസ്പെറൻ്റ് എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സില്ല, നമ്മൾ വീടിനകത്ത് പ്ലെയിൻ ഗ്ലാസ് ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഗ്ലാസ് ഉണ്ടാവും അല്ലെ, അങ്ങനെ പല ഡിസൈനുള്ള ഗ്ലാസ്സിനകത്ത് എന്താ, നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണില്ല. പക്ഷേ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്, അതായത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സിന് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ നോക്കിയാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വെൽഡറിൻ്റെ മാക്സിമം വിസിബിലിറ്റി അവിടെ പ്രദാനം ചെയ്യാൻ ആർക്ക് കഴിയുന്നുണ്ട്, പറയുന്ന ഇനേർട്ട് ഗ്യാസസിന് കഴിയും. പിന്നെ നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ഇനേർട്ട് ഗ്യാസ് മാത്രമല്ല, ചില കേസസിൽ നമ്മൾ
ചെറിയ അളവ് ഹൈഡ്രജൻ കൂടി ആഡ് ചെയ്യാറുണ്ട്. എന്തിനാണ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ട്രാവൽ സ്പീഡ്, നമ്മളിവിടെ ഒരു ടേം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ട്രാവൽ സ്പീഡ്. എന്താണ് ട്രാവൽ സ്പീഡ്? ഒരു സ്ഥലത്ത് നിന്ന് വെൽഡ് ചെയ്തിട്ട് മറ്റേ സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ടിഗ് വെൽഡിങ്ങിൽ വളരെ കൂടുതലാണ്. ഓക്കെ, ചില സാഹചര്യം, ചില മെറ്റൽസിന് ആ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് വെൽഡിങ് നടന്ന് പോകേണ്ട കേസസ് വരാം. അങ്ങനെയുള്ള കേസസിൽ നമ്മൾ ചെറിയൊരളവിൽ ഹൈഡ്രജൻ ഗ്യാസ് കൂടി ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്നറിയോ? ഈ പറയുന്ന വെൽഡിങ് പ്രോസസ്സ്, അതായത് ട്രാവൽ സ്പീഡ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ട്രാവൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണലായിട്ട്, ഇല്ലെങ്കിൽ ഹീലിയത്തിൻ്റെയോ ആർഗണിൻ്റെയോ കൂടെ അഡീഷണലായിട്ട് ആഡ് ചെയ്യുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഇവിടെ GTAW ടോർച്ചിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം 3000 ഡിഗ്രി ഫാരൻ ഹീറ്റാണ്. ഏകദേശം 1600 ഡിഗ്രി സെൽഷ്യസ് മുതലുള്ള ടെമ്പറേച്ചർ നമുക്ക് പ്രദാനം ചെയ്യുന്നു GTAW ടോർച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ടോർച്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹീറ്റ് മുഴുവനായിട്ട് നമ്മൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹീറ്റ് മുഴുവനായിട്ട് വർക്ക് പീസിൽ നേരിട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്താ കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആർക്ക് എന്ന് പറയുന്നത്, അല്ലേ, ടങ്സ്റ്റൺ ഇലക്ട്രോഡിൽ നിന്നും ജനറേറ്റ് ചെയ്യപ്പെടുന്ന ആർക്ക് എന്ന് പറയുന്നത് നാരോ കോൺസെൻട്രേറ്റഡ് ആർക്കാണ്. എന്താണ് നാരോ കോൺസെൻട്രേറ്റഡ് ആർക്ക് എന്ന് പറയുന്നത്? ഒരു പർട്ടിക്കുലർ പോയിൻ്റ്, കനം കുറഞ്ഞ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന ചൂടിനെ കേന്ദ്രീകരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഈ പറയുന്ന മെത്തേഡിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വെൽഡ് ബീഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു, അല്ലേ? ആ ഭാഗം എന്ന് പറയുന്നത്, വെൽഡ് ബീഡിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം, ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് വളരെ നാരോ ആക്കി വെക്കാൻ നമുക്ക് ഇത് മുഖാന്തരം സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ് ഇനേർട്ട് ഗ്യാസ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇനേർട്ട് ഗ്യാസിൻ്റെ ഫംഗ്ഷനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ മെയിനായിട്ടുള്ള ഇനേർട്ട് ഗ്യാസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഹീറ്റ് അഫക്റ്റഡ് സോണിനെയും ഇലക്ട്രോഡിനെയും വർക്ക് മെറ്റലിനെയും അറ്റ്മോസ്ഫിയറിക് കണ്ടാമിനേഷനിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന GTAWൻ്റെ ആവശ്യകത എപ്പോഴാണ് വന്നു തുടങ്ങിയെന്ന് നോക്കാം. നമ്മൾ ഒരുവിധം എല്ലാ സ്റ്റീലുകളും നമ്മൾ വീടിനകത്ത് തന്നെ ശ്രദ്ധിക്കാം. ഇപ്പോൾ പുതിയ വീടുകളിലെല്ലാം സ്റ്റെയർ വർക്ക് നടക്കുന്നുണ്ട്, സ്റ്റെയർ കേഴ്സ്. അത് ചെയ്തിരിക്കുന്നത് എന്താ? സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, വളരെ തിളക്കമുള്ള മെറ്റൽ കൊണ്ടുള്ള സ്റ്റെയർ കേസ്. അതേപോലെ തന്നെ റെയിൽവേ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ബോഗികളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ് അതിനകത്ത് ചെയ്തിരിക്കുന്ന എല്ലാ ജോയിൻറ്റുകളെല്ലാം, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ എല്ലാ ജോയിൻറ്റുകളും ചെയ്തിരിക്കുന്നത് ടങ്സ്റ്റൺ വെച്ചിട്ടാണ്. ടങ്സ്റ്റൺ മീൻസ് ടിഗ് വെൽഡിങ് ഉപയോഗിച്ചിട്ടാണ് അവിടെ വെൽഡിങ് നടത്തിയിട്ടുള്ളത്. കൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീൽ, നിക്കൽ അലോയ് സ്റ്റീൽ, ടൈറ്റാനിയം, അലുമിനിയം, മഗ്നീഷ്യം, കോപ്പർ, ബ്രാസ്, ബ്രോൺസ് എന്ന് വേണ്ട ഒരുവിധം എല്ലാ മെത്തേഡും നമുക്ക് എന്ത് വെച്ച് ചെയ്യാൻ പറ്റും? ടിഗ് വെൽഡിങ് വെച്ചിട്ട് വെൽഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈവൻ ഗോൾഡ്, എന്താണ്, സ്വർണം വരെ നമുക്ക് ടിഗ് വെൽഡിങ് ഉപയോഗിച്ചിട്ട് വെൽഡ് ചെയ്ത് എടുക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു എക്യുപ്മെൻറ്റിന്, ഈ ഒരു മെഷീൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണം എന്ന് പറയുന്നത് എവിടെ എത്തിയെന്ന് നമുക്ക് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്കിപ്പോൾ ബാക്കിയുള്ള എല്ലാ വെൽഡിങ് മെത്തേഡുകളും സാധാരണ ഒരേ സ്വഭാവമുള്ള മെറ്റലുകൾ, അതിന് കനം കുറഞ്ഞതോ കൂടിയതോ ആയിട്ടുള്ള മെറ്റലുകൾ നമ്മൾ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുവെങ്കിൽ GTAWന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. ഡിസിമിലർ ആയിട്ടുള്ള മെറ്റൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ജോയിൻ ചെയ്യിപ്പിച്ച് എടുക്കാൻ പറ്റും. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത് നോക്കാം, കോപ്പറും ബ്രാസും തമ്മിൽ രണ്ടിൻ്റെയും മെൽറ്റിംഗ് പോയിൻ്റ് എവിടെ കിടക്കുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കേസസിൽ അവരെ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീലും മൈൽഡ് സ്റ്റീലും രണ്ടിൻ്റെയും മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള മെറ്റലുകളെ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? വളരെ എളുപ്പത്തിൽ തന്നെ ജോയിൻ എടുക്കാൻ പറ്റും എന്നുള്ളത് ഈ മെത്തേഡിൻ്റെ, ഈ പറയുന്ന ടിഗ് വെൽഡിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഇത്ര നേരം പറഞ്ഞതിൽ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് GTAW എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് പറഞ്ഞതാണ്, കോൺസെൻട്രേറ്റഡ് ആർക്ക്, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ തന്നെ ഹീറ്റിനെ എത്തിക്കാൻ പറ്റുന്നു, ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് അഫക്റ്റഡ് സോൺ എന്ന് പറയുന്നത് വളരെ നാരോ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേതായിട്ട് പറയുന്നത് സ്ലാഗ് ഉണ്ടാവുന്നില്ല. എന്താണ് സ്ലാഗ്?
നമുക്കറിയാം SMAWനകത്ത് ഫ്ലെക്സ് കോട്ടിംഗ് ഉണ്ടെന്ന് അറിയാം, ഇലക്ട്രോണിൻ്റെ പുറത്ത്. ആ ഫ്ലെക്സ് കോട്ടിംഗ് ആണ് ഉരുകിയിട്ട് സ്ലാഗായിട്ട് മാറുന്നു. ഒന്ന് കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കൂടാതെ അവിടെ തന്നെയുള്ള പൊടിപടലങ്ങളാവാം, അല്ലെങ്കിൽ ഗ്രീസാവും, ഓയിലാവാം, അതിനെല്ലാം എടുത്തിട്ട് ഫ്ലെക്സായിട്ട് മാറും. ഇവിടെ ഈ പറയുന്ന ഫ്ലെക്സ് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇനേർട്ട് ഗ്യാസ് ഡയറക്റ്റായിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ലാഗ് എന്ന് പറയുന്നത് ഒട്ടും ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞാൽ നോ സ്പാർക്ക് ഓർ സ്പാറ്റേഴ്സ്. സ്പാർക്ക് ഉണ്ടാവുന്നില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു UV ലൈറ്റിൻ്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള എമിഷൻ മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും അവിടെ നിന്ന് സ്പാർക്കില്ല. നമ്മളിപ്പോൾ ആർക്ക് വെൽഡിങ് ചെയ്യുന്നത് പോലെ സ്പാർക്കായിട്ട് ഒരു കാരണവശാലും GTWനകത്ത് ഉണ്ടാവുന്നില്ല. അതേപോലെ തന്നെ സ്പാറ്റേഴ്സ്, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഇല്ല, ചെറിയ ചെറിയ മെറ്റൽ ഡ്രോപ്സ്. സാധാരണ ആർക്ക് വെൽഡിങ് ആയാലും GMAW ആയാലും നമ്മൾ മിഗ് വെൽഡിങ് പഠിക്കാൻ പോകുന്നുണ്ട് അല്ലേ, ആ മിഗ് വെൽഡിങ്ങിനകത്ത് സ്പാറ്റേഴ്സ് കൂടുതലാണ്. പക്ഷേ ഇതിനകത്ത് സ്പാറ്റേഴ്സ് എന്ന് പറയുന്നത് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സ്മോക്ക്, പുക, ഫ്യൂംസ് എന്നുള്ളത് വളരെ കുറവാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്, ഈ പറയുന്ന നമ്മുടെ ടിഗിനകത്ത്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില എലമെൻറ്റ് ലെഡ്, സിങ്ക്, കോപ്പർ, നിക്കൽ പോലുള്ള സാധനങ്ങൾ ചൂടാകുന്ന സമയത്ത് ഹസാർഡസ് ഫ്യൂംസൊക്കെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ബോധക്ഷയം പോലുള്ള സാധനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷനും നമ്മൾ പ്രൊട്ടക്റ്റീവ് ഡിവൈസസ് PPE എന്ന് പറയുന്ന സാധനം മസ്റ്റായിട്ട് ധരിച്ചിരിക്കണം വെൽഡ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഹ്യൂമൻ സേഫ്റ്റി തന്നെയാണ്. നമുക്ക് കരുത്തരായിട്ടുള്ള ശക്തിയുള്ള ഒരു വർക്കറിനെ മാത്രമേ നല്ല രീതിയിൽ വെൽഡിങ് പെർഫോമൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന സ്മോക്കൊക്കെ, ഈ സിങ്കെല്ലാം ചൂടായി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഉണ്ടാവുന്ന ഗ്യാസുകൾ, അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ഒരുപാട് നേരം ഒന്നും ശ്വസിക്കാൻ പറ്റില്ല. ഭയങ്കര ഇറിറ്റേഷനാണ്, ശ്വാസം മുട്ടൽ പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ അഡ്വാൻറ്റേജസിൻ്റെ കേസസ് പറയുമ്പോൾ ആർക്ക് വെൽഡിങ് പോലെയോ ഇല്ലെങ്കിൽ മറ്റുള്ള വെൽഡിങ് പ്രോസസ്സ് പോലെ വളരെ കൂടുതലായിട്ട് ഫ്യൂംസ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത കേസസിലേക്ക് പറയുന്ന സമയത്ത് ഏത് തരം വെൽഡ് ചെയ്യാൻ പറ്റുന്ന എല്ലാത്തരം മെറ്റലുകളും നമുക്ക് വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് ടിഗ് വെൽഡിങ് പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ്. കൂടാതെ വളരെ കനം കുറഞ്ഞ മെറ്റലുകൾ, എന്താ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് വളരെ നല്ല രീതിയിൽ ടിഗ് വെൽഡിങ് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഹീറ്റിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്ന് കനം കുറഞ്ഞ മെറ്റലുകൾ പോലും വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആയിട്ട് പറയാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസിമിലർ മെറ്റൽ, ഡിഫറെൻറ്റ് ക്യാരക്ടറുള്ള മെറ്റലുകൾ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെൽഡ് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് ലിമിറ്റേഷൻസ് കൂടി ഉണ്ട്. എല്ലാവരുടെയും അഡ്വാൻറ്റേജസ് മാത്രം പോലെയല്ലോ, എന്തെങ്കിലും ലിമിറ്റേഷൻസും ഇതിനകത്ത് കാണാറുണ്ടല്ലോ. ഇതിനകത്ത് പറയുന്ന ലിമിറ്റേഷൻസ് നമ്മൾ പറഞ്ഞു, സ്ലോവർ ട്രാവൽ സ്പീഡ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷനാണ്. അത് ചില കേസസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈഡ്രജൻ എല്ലാം ആഡ് ചെയ്തിട്ട് ഒരു പരിധി വരെ അതിൻ്റെ ട്രാവൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എല്ലാ സമയത്തും അത് പോസിബിൾ അല്ലതാനും. ഓക്കെ, ലോവർ ഫില്ലർ മെറ്റൽ ഡിപ്പോസിഷൻ റേറ്റ്, ഡിപ്പോസിറ്റ് ചെയ്യുന്ന റേറ്റ് നമ്മൾ GMAWയും ആർക്ക് വെൽഡിങ്ങും ഗ്യാസ് വെൽഡിങ്ങും പോലെ ഇവിടെ മെറ്റൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന വെൽഡ് ബീഡിലോട്ട് കൊടുക്കുന്ന ഡിപ്പോസിഷൻ റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഹാൻഡ് ഐ കോർഡിനേഷൻ ഈസ് എ റിക്വേർഡ് സ്കിൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഗ്യാസ് വെൽഡിങ് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ആ വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെയാണ് ഹാൻഡ് ഐ കോർഡിനേഷൻ. ഈ വെൽഡിങ്ങിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഹാൻഡ് ഐ കോർഡിനേഷൻ. ഇതുണ്ടെങ്കിൽ മാത്രമേ, ഇതിനകത്ത് സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ ഒരു വെൽഡറിന് നല്ല രീതിയിൽ വെൽഡിങ് പെർഫോമൻസ് ചെയ്യാൻ പറ്റും. പിന്നെ കോമൺ ആയിട്ട് പറയുന്ന പോലെ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, എക്വിപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സാധാരണ ആർക്ക് വെൽഡിങ്ങിന് ഒരു 40,000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കേസസ് 70,000-75,000 രൂപയിലേക്ക് ഒരു മിനിമം എമൗണ്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഷെൽഡിങ് ഗ്യാസസ് ഞാൻ പറഞ്ഞു, ചില കേസസിൽ ഈ പറയുന്ന ഫ്യൂംസ് എല്ലാം ഉണ്ടാവാറുണ്ടെന്ന് പറഞ്ഞാൽ സിങ്ക്, ലെഡ്, കോപ്പർ പോലുള്ള സാധനങ്ങൾ വെൽഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗ്യാസസ് വളരെ അപകടകാരികളാണ്. നമ്മുടെ ആ വെൽഡ് ചെയ്യുന്ന ഭാഗത്തുള്ള ഓക്സിജൻ്റെ അളവിനെ തന്നെ അത് കുറയ്ക്കാൻ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാരണവശാലും പ്രോപ്പറായിട്ടുള്ള വെൻറ്റിലേഷനുള്ള ഭാഗങ്ങളിൽ, ഓക്സിജൻ സപ്ലൈ ഇല്ലാത്ത ഭാഗങ്ങളിൽ നമ്മളിത് വെൽഡ് ചെയ്യാൻ നിൽക്കാറില്ല. ഓക്കെ, അടുത്ത പോർഷൻ നമുക്ക് നോക്കാം, ടിഗ് വെൽഡിങ് എക്വിപ്മെൻറ്റ്. എന്തൊക്കെയാണ് ഈ വെൽഡിങ്ങിനകത്ത് ഉപയോഗിക്കുന്ന മെഷീനകത്ത് വരുന്ന എക്വിപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു AC അല്ലെങ്കിൽ DC വെൽഡിങ് മെഷീൻ അല്ലേ, എല്ലാവിടെയും ഉള്ളതുപോലെ തന്നെ DC അല്ലെങ്കിൽ AC കൊണ്ടുള്ള വെൽഡിങ് മെഷീൻ ഉണ്ടാവാറുണ്ട്. ഷീൽഡിങ് ഗ്യാസ്,
ഷീൽഡിങ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഷീൽഡിങ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് ബോട്ടിൽ മീൻസ് നമ്മൾ ഗ്യാസ് സിലിണ്ടർ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് പോലെ ആർഗൻ്റെയോ ഹീലിയത്തിൻ്റെയോ സിലിണ്ടർ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നു. ആ ഗ്യാസിനെ കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് റെഗുലേറ്റേഴ്സ് ഉണ്ട്, ഗ്യാസ് റെഗുലേറ്റേഴ്സ്. ഈ ഫിഗറിൽ കാണുന്നത് പോലെ ഗ്യാസ് റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഗ്യാസ് ഫ്ലോ മീറ്റർ, ആ റെഗുലേറ്ററിനോടൊപ്പം തന്നെ എത്രമാത്രം ഗ്യാസ് വെൽഡിങ് ഏരിയയിലേക്ക് വരണം എന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റെഗുലേറ്റേഴ്സ് ഉണ്ട്. ഫ്ലോ മീറ്റേഴ്സ് ഉണ്ട്. ആ ഫ്ലോ മീറ്ററിൽ നിന്നും നേരെ എന്ത് ചെയ്യുന്നു, കേബിൾ വഴി, ഹോസ് വഴി ഇലക്ട്രോഡിലേക്ക് ടിപ്പിലേക്ക് നമുക്ക് ടോർച്ച് കേബിൾ വഴി, ടോർച്ച് കേബിളിനകത്തൂടെ ഏതൊക്കെ കേബിളാണ് വരുന്നതെന്ന് നോക്കാം. ഒന്ന്, ഈ പറയുന്ന ഗ്യാസിൻ്റെ ഒരു പൈപ്പ് ലൈൻ ഉണ്ടാവും. കൂളിംഗ് വാട്ടർ, ചില കേസസിൽ നമ്മൾ വാട്ടർ കൂളിംഗ് ടോർച്ച് യൂസ് ചെയ്യാറുണ്ട്. ആ കേസസിൽ വാട്ടർ കൊണ്ടുവരാനുള്ള ഒരു കേബിൾ ഉണ്ടാവും, പവർ കേബിൾ ഉണ്ടാവും. അങ്ങനെ 3 കേബിളാണ് നമ്മുടെ ഈ കാണുന്ന ടോർച്ചിലേക്ക് വരുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഉള്ളത് എന്താ, വെൽഡിംഗ് ടോർച്ച്. ഈ കാണുന്ന പോർഷൻ വെൽഡിംഗ് ടോർച്ച്. ആ വെൽഡിംഗ് ടോർച്ചിനകത്ത് ഉള്ളത് നമ്മൾ പറയുന്നതാണ്, പഠിക്കുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തേക്ക് പോകുന്നുണ്ട്, എന്നാലും പറയാം. ഈ വെൽഡിംഗ് ടോർച്ചിനകത്ത് ഒരു ടങ്സ്റ്റൺ ഇലക്ട്രോഡ് ഉണ്ടാവും, കോളക്റ്റ് ഉണ്ടാവും, സെറാമിക് കപ്പ് ഉണ്ടാവും, എൻഡ് ക്യാപ്പ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ ടങ്സ്റ്റൺ ഇലക്ട്രോഡ്, പിന്നെ ഫിൽഡർ റോഡ്. അത് എല്ലാ വെൽഡിംഗ് പ്രോസസ്സിങ്, ഗ്യാസ് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന പോലുള്ള ഫിൽഡർ റോഡ്. വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. വാട്ടർ കൂളിംഗ് സിസ്റ്റം വിത്ത് ഹോസ് ഫോർ ഹെവി ഡ്യൂട്ടി ടോർച്ചിന് വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ കൂളിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടോർച്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് വാട്ടർ കൂളിംഗ് സിസ്റ്റം. ആ കേസസിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു വാട്ടർ പമ്പും വാട്ടർ ടാങ്കും ഉണ്ടാവും. ആ വാട്ടർ ടാങ്കിൽ നിന്ന് വരുന്ന, പമ്പിലൂടെ കടന്നു വരുന്ന പൈപ്പ് കൂടി നമ്മുടെ ഈ കേബിളിലൂടെ എവിടേക്ക് വരുന്നുണ്ട്, നമ്മുടെ വെൽഡിംഗ് ടോർച്ചിലേക്ക് എത്താറുണ്ട്. ഓക്കെ, ടിഗ് വെൽഡിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ് എവിടെയാണെന്ന് നോക്കാം. ഇത് സാധാരണ ഹൈടെക് ഇൻഡസ്ട്രീസ് അപ്ലിക്കേഷനിലായിരുന്നു പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തത് എങ്കിൽ ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. ഒന്ന് ഉപയോഗിക്കുന്നത് ന്യൂക്ലിയർ ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്നു, എയർക്രാഫ്റ്റ് നിർമ്മാണശാലകൾ, ഫുഡ് ഇൻഡസ്ട്രീസ്, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ വർക്കിങ്ങിന് യൂസ് ചെയ്ത് തുടങ്ങി. മാനുഫാക്ചറിങ് ഏരിയാസ്, നമ്മുടെ പല മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ യൂസ് ചെയ്ത് തുടങ്ങി. ഓഫ് ഷോറിനകത്ത് യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കമ്പൈൻഡ് ഹീറ്റ് ആൻഡ് പവർ പ്ലാന്റുകൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. പെട്രോ കെമിക്കൽ, അതേപോലെ തന്നെ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇത്രയും ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ കൂടുതലായിട്ട് മീൻസ് ഹൈടെക് ഇൻഡസ്ട്രീസിലായിരുന്നു യൂസ് ചെയ്തെന്ന് പറഞ്ഞു അല്ലേ. പക്ഷേ ഇപ്പോൾ അത് കോമൺ ആയിട്ട് വെൽഡ് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. നമുക്ക് ഈ ടിഗ് വെൽഡിങ് ഉപയോഗിച്ച് കോമൺ ആയിട്ടുള്ള വർക്കിന് കൂടിയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പോർഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം. നമ്മൾ മെയിനായിട്ട് ടിഗ് എന്താണെന്ന് പഠിച്ചു നോക്കി അല്ലേ. ടിഗ് വെൽഡിങ് എന്താണെന്ന് നോക്കി. അതിനകത്ത് ടിഗ് വെൽഡിങ്ങിൻ്റെ ഫുൾ ഫോം GTAW അല്ലെങ്കിൽ ടിഗ്. GTAW എന്ന് പറയുന്നത് എന്താ, ഗ്യാസ് ടങ്സ്റ്റൺ ആർക്ക് വെൽഡിങ്, അല്ലെങ്കിൽ അതിന് വേറൊരു പേരെന്ന് പറഞ്ഞാൽ അമേരിക്കൻ വെൽഡിംഗ് സൊസൈറ്റി നൽകിയിട്ടുള്ള പേരാണ് ടിഗ്, ടങ്സ്റ്റൺ ഇനേർട്ട് ഗ്യാസ് വെൽഡിംഗ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് മനസ്സിലാക്കി. കോമൺ അല്ലേ, ആർക്ക് വെൽഡിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന സെയിം പ്രിൻസിപ്പിൾ, പക്ഷേ ഉപയോഗിക്കുന്നത് നോൺ കൺസ്യൂമബിൾ ഇലക്ട്രോഡ് ആണെന്നാണ് പറഞ്ഞത്. ടിഗ് വെൽഡിങ്ങിന് ഉപയോഗിക്കുന്ന ഗ്യാസസ് ഇനേർട്ട് ഗ്യാസ് ആണെന്ന് പറഞ്ഞു. ആർഗണും ഹീലിയവുമാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആർഗണാണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. കൂടാതെ ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ സംഭവം, ചില കേസസിൽ ഹൈഡ്രജൻ ഗ്യാസ് കൂടി യൂസ് ചെയ്യുന്നു. ടിഗ് വെൽഡിങ് എക്യുപ്മെൻറ്റ് എന്തൊക്കെയാണ് നോക്കിയില്ല. ടിഗ് വെൽഡിങ് എക്യുപ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് നോക്കി. ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇപ്പോൾ ലാസ്റ്റായിട്ട് നോക്കിയെന്താ, ടിഗ് വെൽഡിങ്ങിൻ്റെ അപ്ലിക്കേഷൻസ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, GTAW പവർ സോഴ്സസിനെ കുറിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.